നിങ്ങൾ ജനിച്ച നിമിഷം തന്നെ നിങ്ങളുടെ ഹൃദയം എത്ര തവണ മിടിക്കണം എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഒരു എലിയുടെ ഹൃദയം മിനിറ്റിൽ 500 തവണ ഇടിക്കും. അത് 2 വർഷം കൊണ്ട് ചത്തുപോകും. എന്നാൽ ഒരു ആമയുടെ ഹൃദയം മിനിറ്റിൽ വെറും 6 തവണ മാത്രമേ ഇടിക്കുള്ളൂ. അത് 150 വർഷത്തിലധികം ജീവിച്ചേക്കാം. ഈ 2 ജീവികളുടെയും ആകെ ഹൃദയമിടിപ്പ് കണക്കാക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നത് നിങ്ങളുടെ ആയുസ് കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും? ആയുസ് വർദ്ധിപ്പിക്കാൻ അങ്ങനെ വല്ല വിദ്യയുണ്ടോ? പലപ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും ഉറക്കമില്ലാതിരിക്കുമ്പോഴും ചായയും കോഫിയൊക്കെ കഴിക്കുമ്പോഴും നമ്മുടെ ഹൃദയമിടിപ്പ് കൂടാറുണ്ട്. ഇത് നമ്മുടെ ആയുസിനെ ഈ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വൈദ്യശാസ്ത്രത്തിലെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പഠനമുണ്ട്. അതാണ് റേറ്റ് ഓഫ് ലിവിംഗ് തിയറി. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം മിടിക്കുന്ന വേഗതയും നമ്മുടെ ആയുസും തമ്മിൽ നേരിട്ട് ബന്ധം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിന്റെ ഈ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? ഈ രീതിയിൽ ആയുസ് കൂട്ടാനായിട്ട് ഹൃദയമിടിപ്പ് ലാഭിക്കാനുള്ള ചില വിദ്യകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സോൺ 2 കാർഡിയോ എക്സർസൈസുകൾ ചെയ്യാം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ പതിവായി വ്യായാമം ചെയ്യുന്നവരിൽ പതുക്കെ വിശ്രമ സമയത്തെ ഹൃദയമിടിപ്പ് വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് കാണുക. അതുകൊണ്ടാണ് അത്ലറ്റുകളുടെയൊക്കെ ഹാർട്ട് റേറ്റ് എപ്പോഴും കുറഞ്ഞു കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അധികമായിട്ട് ചെലവാക്കുന്ന ഹൃദയമിടിപ്പുകൾ വഴി ബാക്കിയുള്ള 23 മണിക്കൂറും നമ്മുടെ ഹൃദയം വളരെ സാവധാനത്തിൽ ഇടിക്കുന്നു. ഇത് വലിയൊരു ലാഭമാണ്. എന്ന് വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികമായിട്ട് ചെലവഴിക്കുന്ന ഹൃദയമിടിപ്പുകൾ വഴി ബാക്കിയുള്ള 23 മണിക്കൂറും നമ്മുടെ ഹൃദയം സാവധാനമാണ് ഇടിക്കുക. ഇത് വലിയൊരു ലാഭമാണ്. രണ്ടാമത്തത് നമ്മുടെ വാഗസ് എന്ന് പറയുന്ന ഒരു നാഡിയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ ബ്രേക്ക് എന്ന് വിളിക്കുന്നത് ഈ വാഗസ് നാഡിയാണ്. ഡീപ്പ് ബ്രീത്തിങ് വഴിയും ധ്യാനങ്ങൾ ചെയ്യുന്നത് വഴിയും ഈ ബ്രേക്കിനെ നമുക്ക് ശക്തമാക്കിയെടുക്കാം. ഇത് ഹൃദയമിടിപ്പ് അനാവശ്യമായിട്ട് കൂടുന്നത് തടയും. മൂന്നാമത്തത് സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ദേഷ്യപ്പെടുമ്പോഴും പേടിക്കുമ്പോഴും സ്ട്രെസ് ഹോർമോണുകൾ വഴി നമ്മുടെ ഹൃദയമിടിപ്പ് കൂടാണ്. ഇത് ഹൃദയത്തെ വെറുതെ ജോലി ചെയ്യിക്കുകയാണ്. സ്ട്രെസ് കുറക്കുന്നത് വഴി ഹൃദയമിടിപ്പുകളുടെ വേസ്റ്റേജ് കുറയാണ്. നാലാമത്തത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉറക്കം ഉണ്ടാവുക എന്നുള്ളതാണ്. ഉറക്കത്തിലാണ് ഹൃദയം ഏറ്റവും കുറഞ്ഞ മിടിപ്പിൽ പ്രവർത്തിക്കുന്നത്. ഒരു 8 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാൾക്ക് ഒരു ദിവസം 10,000 ഹൃദയമിടിപ്പുകളാണ് ലാഭിക്കുന്നത്. അഞ്ചാമത്തത് പുകവലിയും അമിതമായിട്ട് കോഫി കുടിക്കുന്നതും ഹൃദയത്തെ നിർബന്ധപൂർവ്വം വേഗത്തിൽ ഓടിക്കുകയാണ്. ഇത്തരം കെമിക്കലുകൾ ഒഴിവാക്കുന്നത് വഴി ഹൃദയത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള മിടിപ്പ് നിലനിർത്താൻ സഹായിക്കും. ആറാമത്തത് നമ്മുടെ അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ ഭാരം കൂടുന്തോറും ഓരോ കോശങ്ങളിലേക്കുള്ള രക്തം എത്തിക്കാൻ ഹൃദയത്തിന് കൂടുതൽ തവണ മിടിക്കേണ്ടി വരികയാണ്. ശരീരഭാരം കുറയുമ്പോൾ ഹൃദയത്തിന്റെ ജോലിഭാരം കുറയും. അതുവഴി ഓരോ ഹൃദയമിടിപ്പും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മാറും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത് രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നോക്കുക. നിങ്ങളുടെ പൾസ് ഒരു 60-നും 70-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം സുരക്ഷിതമായിട്ട് ഇടിക്കുന്നു എന്നാണ് അർത്ഥം. രണ്ടാമത്തത് രക്തക്കുറവോ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലോ ഉള്ളവർ ഹൃദയം എപ്പോഴും വേഗത്തിൽ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഹൃദയത്തിന്റെ ആയുസ് കുറക്കും. ഇത്തരം രോഗങ്ങൾ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റും. മൂന്നാമത്തത് ഹൃദയമിടിപ്പ് എപ്പോഴും ഒരു 90-100 അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. നാലാമത്തത് ഹൃദയമിടിപ്പ് ഒരു പരിധിയിൽ കൂടുതൽ ഉയരുന്ന രീതിയിലുള്ള കഠിനമായ വ്യായാമങ്ങൾ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഹൃദയപേശികൾക്ക് പരിക്കേൽപ്പിക്കും. അഞ്ചാമത്തത് ശരീരത്തിൽ ജലാംശം കുറയാണെങ്കിൽ BP നിലനിർത്താൻ വേണ്ടിയിട്ട് ഹൃദയം വേഗത്തിൽ ഇടിക്കും. അതിനാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഹൃദയമിടിപ്പ് ലാഭിക്കാൻ സഹായിക്കും. ആറാമത്തത് പൊട്ടാഷ്യവും മഗ്നീഷ്യം ഒക്കെ ശരീരത്തിൽ കുറയാണെങ്കിൽ ഹൃദയമിടിപ്പിൽ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിലെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പൾസ് ഒന്ന് നോക്കുക. എന്നിട്ട് അതൊന്ന് താഴെ കമന്റ് ചെയ്യുക. അത് 80-ന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് അല്പം വിശ്രമം ആവശ്യമാണ്.